നമ്മുടെ തിരുവോണ മധുരം 2025 ഒഫീഷ്യലായി നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മുടെ സ്വാഗത പ്രസംഗത്തിനായി ലോമയുടെ ആദരണീയ സെക്രട്ടറി നിതിൻ ജോസഫിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹലോ, ബഹുമാന്യരായ സദസ്സിന് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ലണ്ടൻ ഒണ്ടാരിയോ മലയാളി അസോസിയേഷൻ്റെ 2025 വർഷത്തെ ഓണാഘോഷം തിരുവോണമധുരം 2025 ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ലണ്ടൻ നിവാസികൾക്കും എല്ലാ പ്രിയപ്പെട്ട മലയാളികൾക്കും ലണ്ടൻ ഒണ്ടാരിയോ മലയാളി അസോസിയേഷൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രോഗ്രാമുകൾ കുറച്ച് വൈകിയാണ് പോകുന്നത്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം വരളുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ആദ്യമേ തന്നെ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ മുഖ്യാതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട MP കുട്ട് ഹോൾമാനെ ഈ ഒരു സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓൺ ബിഹാഫ് ഓഫ് ലോമ, ഐ എം ട്രൂലി ഹോണേഡ് ടു വെൽക്കം അവർ ചീഫ് ഗസ്റ്റ് മിസ്റ്റർ കുട്ട് ഹോൾമാൻ, മെമ്പർ ഓഫ് പാർലമെന്റ്, to our Onam celebration Thiruvonamathiram 2025. I'm also warmly welcome Mr. David Sivansky, MB's Chief of Staff, to this grand celebration. Your presence make this celebration very special. Let's come together in the spirit of Onam with joy, unity and gratitude. Thank you. നമുക്ക് ഒരുപാട് വിശിഷ്ട അതിഥികൾ നമ്മുടെ ഈ മനോഹരമായ പരിപാടിയെ കൂടുതൽ മനോഹരമാക്കുവാനായിട്ട് ഇന്ന് ഈ സദസ്സിലെത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ ഓരോരുത്തരെയായി നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലണ്ടൻ ഒണ്ടാരിയോ മലയാളി അസോസിയേഷൻ്റെ അനിഷേധനായ നേതാവ് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ഡോളറ്റ് സക്കറിയായെ തിരുവോണമധുരം 2025 നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന് ടൈറ്റിൽ സ്പോൺസർ നമുക്ക് ഏവർക്കും സുപരിചിതനായ ജോജി തോമസിനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക്, ഇന്നത്തെ ദിവസത്തെ ആഘോഷ പരിപാടികളിലേക്ക് ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കിവിടെ നമ്മുടെ മറ്റ് അതിഥികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട ലതാ മേനോൻ, ഫൊക്കാന നാഷണൽ കൗൺസിൽ മെമ്പറാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടു കൂടി ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കയ്യടി കൊടുക്കാം. നമ്മുടെ പ്രിയപ്പെട്ട പ്രവീൺ വർക്കി, സോഷ്യൽ വർക്കറാണ്, നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ലണ്ടൻ ഒണ്ടാരിയോ മലയാളി അസോസിയേഷൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മിസ്റ്റർ ജിൻസൺ സിറിയാക്, മിസ്റ്റർ താരിഷ് റോയ്, മിസ്റ്റർ ജയ ഹരിദാസ്, മൂവരെയും ഏറെ സ്നേഹത്തോടു കൂടി നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ലണ്ടൻ ഒണ്ടാരിയോ മലയാളി അസോസിയേഷൻ എന്ന സംഘടന കഴിഞ്ഞ 48 വർഷങ്ങളായിട്ട് ലണ്ടനിലെ മലയാളികളുടെ ശബ്ദമായി, നിലപാടുകളായി ഇവിടെ നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തെ നട്ടുനനച്ച് ഇന്ന് ഈ കാലം വരെയും നയിച്ചുകൊണ്ടിരുന്ന മുൻകാല നേതാക്കന്മാർ, നമ്മുടെ സീനിയർ മെമ്പേഴ്സ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ എല്ലാവരെയും നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന് സാമ്പത്തികമായി നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ഇവന്റിന്റെ സ്പോൺസേഴ്സ് ഓരോരുത്തരായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഹൃദയപൂർവ്വം ഈ ഒരു ഓണം സെലിബ്രേഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന് കഴിഞ്ഞ കുറേ കാലങ്ങളായി അധ്വാനം ചെയ്യുന്ന, ഈ പ്രോഗ്രാം ഇത്ര മനോഹരമാക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്ന ലോമ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്, ലോമ എന്ന പ്രസ്ഥാനത്തെ കഴിഞ്ഞ കാലങ്ങളിൽ ഇന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ ശക്തി കേന്ദ്രമായ ലോമയുടെ മെമ്പേഴ്സ്, ലണ്ടനിലെ മലയാളികളെ, നിങ്ങളെ ഓരോരുത്തരെയും ഈ ഒരു ഓണാഘോഷ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഒരു ചിന്ത മാത്രം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് ലണ്ടനിലെ മലയാളി സാന്നിധ്യം, ലണ്ടൻ മലയാളി അസോസിയേഷൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമുക്ക് നമ്മുടേതായ ഒരു ഇരിപ്പിടം വേണം, നമുക്ക് നമ്മുടേതായ ഒരു ഓഫീസ് വേണം. ഇങ്ങനെയുള്ള ചില ചിന്തകൾ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി നമ്മുടെ ഉള്ളിലുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് ജെൻസി കാലഘട്ടമാണ്. നമ്മൾ ഒരുപാട് വളർന്നിട്ടുണ്ട്, നമ്മൾ സമൂഹം എന്ന നിലയിൽ ഒരുപാട് വളർന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ പൈതൃകം സൂക്ഷിക്കുവാനായി,
നമ്മളുടെ പിറന്ന നാടിൻ്റെ നമുക്ക് പകർന്നു കിട്ടിയ ആ പൈതൃകം നാളെ നമ്മുടെ തലമുറയിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് വളരുവാനായിട്ട് ഇങ്ങനെയുള്ള നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിയുവാനായിട്ട് നിങ്ങളുടെ ഓരോരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളെ ഏവരെയും ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാനൊരു ചെറിയ അറിയിപ്പ് കൂടി ഈ അവസരത്തിൽ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നമ്മൾ സെപ്റ്റംബറിൽ ഓണം നടത്താൻ ആഗ്രഹിച്ചിരുന്ന ആളുകളാണ്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് നമുക്കൊരു വെന്യൂ കിട്ടിയില്ല. നമ്മുടെ ഓണാഘോഷം ഒക്ടോബറിലേക്ക് മാറ്റി. നിറപറയും നിലവിളക്കും തുമ്പപ്പൂക്കളും ഒരു പിടി നല്ല ഓർമ്മകളുമായി ഒരു ഓണം കൂടെ. നമ്മുടെ മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും, അതിപ്പോൾ കേരളത്തിലാണെങ്കിലും ശരി, കാനഡയിലാണെങ്കിലും ശരി, നമ്മൾ ഓണം ഭയങ്കര അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നൊരു സെലിബ്രേഷനാണ്. അപ്പം സൗഹൃദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഉത്സവമാണ് ഓണം. അപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ ചെണ്ടകൊട്ടും നമ്മുടെ പുലിക്കളിയും പിന്നെ അതോടൊപ്പം നമ്മുടെ മാവേലി ഇല്ലാതെ ഓണം നമുക്ക് കംപ്ലീറ്റ് ആവില്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ മാവേലിയും ചെണ്ടകൊട്ടും നമുക്ക് കയ്യടികളോടെ മാവേലിനെ സ്വീകരിക്കാം. എല്ലാവരും ഒരു വലിയ കൈ കൊടുക്കാം. ഇതാ നമ്മുടെ മാവേലി എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ MP കേർട്ട് ഹോൾമാൻ, നമ്മുടെ ലോമയുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആയിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എല്ലാവരെയും ഞങ്ങൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. It is my honor to welcome to the stage a distinguished leader who has always been a strong voice for our community. Mr. Kurt Hallman, Member of Parliament, is also known for his dedication, approachable nature, and genuine commitment to the people who he represents. We are deeply grateful to have him today with us, taking time out of his busy schedule to be part of this celebration. So I would like to invite him for inaugural speech. It is an honor to join you for the Tuvana Maroon 2025 event. Thank you to the London, Ontario Malayali Association for welcoming me so warmly and for inviting me to share in this celebration. Onam is a festival rooted in unity, generosity, and tradition. It is a time when families and friends come together to share not only food, music, and dance, but also a deep sense of belonging. Those traditions are what make this celebration so meaningful and enduring. Loma has become a true cultural pillar here in London. I've greatly appreciated the friendship and kindness I've experienced from the Malayali community, and it is a privilege to be welcomed into your celebrations. As it happens, I'm also fortunate to have a member of my own team, Arun Matthews, who is part of the Malayali community, which is a reminder of how much you contribute to our city in every walk of life. Thank you again for including me. I wish you all the health, happiness, and prosperity during this Onam season. On that note, on behalf of the Parliament of Canada, I am here to award you a certificate in honor of this great event. Thank you. Thank you to our Honorable MP, Mr. Kurt Coleman, for your kind words and sparing your time to celebrate with us. He also took some time to research about Onam, and that's really kind of you. Your presence means a lot to us. Thanks again. അടുത്തതായി lamp lighting ആണ്. I would like to invite our honorable member of parliament to inaugurate the function by lighting the lamp. ായി നല്ലൊരു തുടക്കം കുറിക്കുവാനായി ആദ്യം തന്നെ തിരി കൊളുത്തുവാനായി എല്ലാവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. So much to our honorable MP for sparing the valuable time with us. It means a lot to us.
അടുത്തതായിട്ട് ലണ്ടൻ ഒണ്ടാരിയോ മലയാളി അസോസിയേഷന്റെ ദ വെരി റെസ്പെക്ട്ഫുൾ പ്രസിഡന്റ് ഡോളറ്റ് ചക്കറിയെ ഇനാഗുറൽ സ്പീച്ചിന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. ഹലോ ലണ്ടൻ, ഹാപ്പി ഓണം. ഇത്രയും മനോഹരമായ ഒരു വേദിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരുവാൻ ലണ്ടൻ ഒണ്ടാരിയോ മലയാളി അസോസിയേഷന് സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഒത്തൊരുമയുടെയും സ്നേഹത്തിൻ്റെയും കൂടി ഓണം ആഘോഷിക്കുന്നത്. ഈ ഓണാഘോഷ പരിപാടിയിൽ നിങ്ങളെല്ലാവരും സസന്തോഷം കടന്നു വന്ന് ഈ പ്രോഗ്രാം വളരെ വലിയ വിജയത്തിലേക്ക് കൊണ്ടുവന്നതിനെ നിങ്ങൾക്കെല്ലാവർക്കും വളരെ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ഓണം ആഘോഷം ഏറ്റവും വലിയ സമൂഹത്തിൻ്റെ ഒരു വലിയ ഒരു മെസ്സേജ് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മളുടെ കേരള തനിമയിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് വന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ആ സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും എല്ലാം നമ്മൾ ഈ രാജ്യത്തിനും മറ്റുള്ളവർക്കും കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. നന്ദി, നമസ്കാരം. എല്ലാവരും ഒരു പ്രാവശ്യത്തെ ഓണം കൂടി ആഘോഷിച്ച് സസന്തോഷം മടങ്ങിപ്പോകാം. നന്ദി വീണ്ടും. താങ്ക് യു. അപ്പൊ നമ്മുടെ മാവേലി തിരിച്ചു പോവുകയാണ്. മാവേലിക്ക് ഒരു നല്ല യാത്രയപ്പ് കൊടുത്താലോ? ഒരു വലിയ കയ്യടിയോടെ മാവേലിക്ക് ഒരു നല്ല യാത്രയപ്പ്. ഇവന്റ് അടുത്തതായിട്ട് ഫൊക്കാന കാർഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ ഫൊക്കാന കാർഡിന്റെ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ജോജി തോമസിനെയും നാഷണൽ കൗൺസിൽ മെമ്പർ ഡോക്ടർ ലത മേനോനെയും ഈ കാർഡ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്നോട് കുറച്ച് വാക്കുകൾ ഞാൻ പറഞ്ഞിരുന്നു. ദാറ്റ് ഓണം പറഞ്ഞാൽ എന്താണ്, വാട്ട് ഈസ് ഓണം. നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നു. ഓണക്കാലത്ത് നമ്മൾ ചിങ്ങമാസത്തിൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഓണം വരുന്നു, വാമനനാണ്, മഹാബലിയാണ്, എല്ലാം നമ്മൾ കുറേ കേട്ടു. ചവിട്ടി തേക്കുന്നുണ്ട്, നമ്മൾ ചവിട്ടി താത്തുന്നുണ്ട് എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ഇവിടെ എത്ര ആൾക്കാർക്ക് അറിയാം ഓണം എവിടെ നിന്നാണ് വന്നത്, ഏത് ശബ്ദത്തിൽ നിന്നാണ്, എവിടെ നിന്നാണ് അത് ഓണം പറഞ്ഞ ആ വാക്ക് എവിടെ നിന്നാണ് വന്നത്? ഇന്ന് എന്നോട് ഞാൻ കുറച്ച് അതിനെ പറ്റിയിട്ട് പറയുകയാണ്. ഓണം പറഞ്ഞത് അത് ശ്രോണമായിരുന്നു. അത് സാൻസ്ക്രിറ്റിൽ നിന്ന് ശ്രോണം എന്ന് പറയും. ശ്രോണം ശ്രീമദ് ഭാഗവതത്തിൽ അത് ശ്രോണം. അത് നമ്മൾ ഓണത്തിൽ പറഞ്ഞ വേർഡില്ല, അപ്പം അത് ഓണം ആയി. അപ്പം അങ്ങനെയാണ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മളെ പത്രത്തിൽ നമ്മളെ നാട്ടിലിരിക്കുമ്പോൾ ഓണം ദിവസം വലിയൊരു പത്രത്തിൽ കൊടുക്കുന്നു, ദാറ്റ് ഒരു വലിയ കുടവയറിട്ട ഒരാൾ ഇരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഏണിയിൽ കയറി ഒരു ചെറിയ കുട്ടി കാല് വെച്ചിട്ട് ഇങ്ങനെ ഒരു കോണി വെച്ചിട്ട് താത്തുന്നു. അത് കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ എഴുതിയിട്ടുണ്ടാവും ഓണം ആശംസകൾ, ഇന്ന് തിരുവോണമാണ്, നാളെ പത്രമില്ല. ഇതെല്ലാവരും നമ്മളെല്ലാവരും അന്ന് കേട്ട് വളർന്ന് ഇങ്ങനെയാണ് നമ്മളെല്ലാവരും അറിഞ്ഞത് നമ്മൾ ചെറുപ്പത്തിൽ. അപ്പം അവിടെ കുറേ നമ്മൾ കാണുന്നു, പൂ വിടർന്നു, പൂ പൊട്ടിത്തെറിക്കുന്നു എന്ന് നമുക്കത് അറിയില്ല. എന്നാലും പൂവിൻ്റെ അടുത്തിൽ നമ്മൾ അവിടെ മഹാബലി രാജാവ് അവിടെ ഇരിക്കുന്നു, കൊടവയറായിട്ട് ഒരാൾ ഇരിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ കണ്ടത്. അപ്പം നമ്മൾക്ക് ഇതിൻ്റേത് അറിയണം, എന്താണ് ഈ ഓണം പറഞ്ഞത്. ഓണം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ മാതിരി ശ്രോണത്തിൽ നിന്നാണ് ഈ ഓണം കിട്ടിയത്. അവിടെയാണ് നമ്മളിന്ന് ശ്രീമദ് ഭാഗവത്തിലെ അഷ്ടപതി അതിൽ ഇരിക്കുന്ന ആ 8ാമത്തെ അധ്യായത്തിൽ അഷ്ടപതി എന്ന ആ മുഹൂർത്തത്തിലാണ് വാമനമൂർത്തി ആക്ച്വലി താഴെ വന്നിട്ട് ബലി മഹാരാജാവിനെ കണ്ടത്. ആ ദിവസമാണ് ചിങ്ങമാസത്തിൽ നമ്മൾ തിരുവോണം എന്ന് പറഞ്ഞ അഷ്ടപതി മുഹൂർത്തത്തിലാണ് നമ്മളുടെ വാമനമൂർത്തി ഭഗവാൻ താഴെ ഇറങ്ങി വന്ന് നമ്മൾ ബലി മഹാരാജാവിനെ കാണുന്നത്. നമ്മൾ തിരുവോണം എന്ന് പറയുന്ന അത് ശ്രീപാദം എന്ന് നമ്മൾ പറയും. വേർഡ് ശ്രീപാദം എന്ന് യൂസ് ചെയ്തത് മലയാളത്തിലേക്ക് വരുമ്പോൾ അത് തിരു ആണ് വരുന്നത്. അങ്ങനെയാണ് ആ തിരുവോണം എന്ന് വരുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെയാണ്. പിന്നെ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, നമ്മൾ തൃക്കാരപ്പൻ എന്ന് നമ്മളെ എല്ലാവരും നമ്മൾ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്നതോ
ആ ദിവസം നമ്മൾ തൃക്കാരപ്പൻ്റെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ചാണകം മേച്ച് അവിടെ നമ്മൾ അരിമാവിലെല്ലാം അങ്ങനെ ഒരു ബിംബം പ്രതിഷ്ഠുണ്ടാവും. അത് വാമനമൂർത്തി ഭഗവാനാണ്. ആ ഒരു ഇതിൽ നമ്മൾ തൃക്കാരപ്പൻ എന്ന് പറയുന്നത്. തൃക്കാര പറഞ്ഞാൽ 3 കാല് വെച്ച് ഭഗവാൻ ഈ താഴത്ത് വന്നതാണ് നമ്മൾക്ക് അറിയപ്പെടുന്നത്. അത് തൃക്കാരപ്പൻ പറഞ്ഞ ഒരു വാമനമൂർത്തി രൂപൻ. അത് എറണാകുളത്തിൽ കാക്കനാട് പറഞ്ഞ എന്ന സ്ഥലത്തിലാണ് ആ അമ്പലമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ വാമനമൂർത്തി ആയിട്ട് വാമനരൂപം ആയിട്ട് വന്ന് ഇറങ്ങുക ഭഗവാൻ ബലി മഹാരാജാവിനെ കണ്ടത്. ഇന്ന് നമ്മളെല്ലാവരും ബലി മഹാരാജാവിനെയാണ് നമ്മൾ സ്വാഗതം ചെയ്യുന്നത്. അത് രൂപനായിട്ട് വന്ന ഭഗവാനെയാണ് നമ്മൾ ആദരിക്കുന്നതും നമ്മൾ അതേമാതിരി നമ്മൾ പറയുന്നതും അവരെ ചവിട്ടി തേക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ കഥ കേട്ടതും നമ്മൾ കഥ അറിഞ്ഞതും ചെറുപ്പത്തിൽ നമ്മൾ വളർന്നത്. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ആക്ച്വലി ബലി മഹാരാജാവിനെ ഒരു സ്ഥലത്തിലേക്ക് സ്ഥൂലം പറഞ്ഞ ഒരു സ്ഥലത്തിലേക്കാണ് ഭഗവാൻ അയക്കുന്നത്. അവിടെ ഇത്രയും സ്വർഗലോകത്തിൻ്റെ മാതിരി അത്രയ്ക്കും ദേവന്മാരന് ഇഷ്ടമുള്ള സ്ഥലം അവിടേക്ക് പോകാനാണ് എല്ലാവർക്കും ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. ഭഗവാൻ വാമനമൂർത്തി ബലി മഹാരാജാവിനോട് കുടുംബസഹിതം അവർ പറഞ്ഞു അങ്ങോട്ട് പോയി അവിടെ താമസിക്കുക എന്ന് പറഞ്ഞ സമയമാണ് ഈ ഓണം എന്ന് നമ്മളെല്ലാവരും ആഘോഷിക്കുന്നത്. ഇത് പറഞ്ഞു വരാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇവിടെ അറിയാം, നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയും കൂടി വെക്കുക. അങ്ങനെയാണ് ഈ ഓണം ശരിക്ക് വന്നതും. ഇതാണ് ഇതിൻ്റെത് ഭാഗവതത്തിൽ പുരാണത്തിൽ കൊടുത്തതും. നന്ദി, നമസ്കാരം. ത്തെക്കുറിച്ച് ഇത്രയും നന്നായി നമുക്ക് പറഞ്ഞു തന്ന ഡോക്ടർ ലതാ മേനന് ഞങ്ങളുടെ നന്ദി. അടുത്തതായിട്ട് ഫൊക്കാന കാർഡിന്റെ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ജോജി തോമസ് ഇതിന്റെ കാർഡ് ഷൈമി തോമസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. ബട്ട് അതിന് മുമ്പായിട്ട് ഈ കാർഡിനെ കുറിച്ച് ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ട് ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ജോജി തോമസ്. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ഹാപ്പി ഓണം. ഞാനിവിടെ നിൽക്കുന്നത് നമ്മുടെ മലയാളികൾക്ക് അല്ലെങ്കിൽ ലണ്ടനേഴ്സിന് ഒരു ഇരട്ടി മധുരവുമായിട്ടാണ് ഫൊക്കാനയുടെ വക ഒരു മെഡിക്കൽ കാർഡ്, അതുപോലെ തന്നെ ഫൊക്കാനയുടെ ഒരു പ്രിവിലേജ് കാർഡും. ഇത് 100% ഫ്രീ ആണ്. ഈ മെഡിക്കൽ കാർഡ് എന്ന് പറയുന്നത് കേരളത്തിലെ 6 പ്രമുഖ ഹോസ്പിറ്റലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അത് നമ്മൾക്കും നമ്മുടെ ആശ്രിതർക്കും ഈ ലിങ്ക് വഴി അവരെയും കൂടെ ആഡ് ചെയ്യുമ്പോൾ മിനിമം ഒരു 10 മുതൽ 15% വരെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതും ഒപ്പം പ്രയോറിറ്റി ലഭിക്കുന്നതുമാണ്. അതുപോലെ തന്നെയാണ് ഫൊക്കാന പ്രിവിലേജ് കാർഡ്. ഇത് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടിൽ നിന്ന് ഡ്യൂട്ടി ഫ്രീ നിന്ന്, അതായത് ബോംബെ ഒഴിച്ചുള്ള എല്ലാ എയർപോർട്ടിലും നമ്മൾ ചെന്ന് ലാൻഡ് ചെയ്യുമ്പം അവിടെ നമുക്ക് 10 മുതൽ 15% വരെ ലഭിക്കുന്ന ഒരു പ്രിവിലേജ് കാർഡാണ് ഫൊക്കാന ഞങ്ങൾക്കായി നൽകുന്നത്. അത് നമ്മൾ ഇവിടെ ഫിസിക്കൽ കാർഡ് കൗണ്ടറിലുണ്ട്. അത് വാങ്ങിച്ചാലും അത് രജിസ്റ്റർ ചെയ്യണം, നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും എഴുതണം. ഇനി ഫിസിക്കൽ കാർഡ് തീർന്നു പോയെങ്കിൽ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും ആ കൗണ്ടറിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിലിൽ കാർഡ് വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടത്തുകയാണ് ഇവിടെ. കാരണം ഷൈമി ഇവിടെ കമ്മിറ്റി മെമ്പറാണ്. ഷൈമിക്ക് ഈ കാർഡ് കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഔദ്യോഗികമായി ഇതിനെ ഉദ്ഘാടനം ചെയ്യുകയാണ്. Our title sponsor Joji Thomas for a memento by Tarish Roy. ടൈറ്റിൽ സ്പോൺസർ ജോജി തോമസിനെ കുറിച്ച് 2 വാക്കുകൾ പറയുവാനായി താരിഷ് റോയെ വേദിയിലേക്ക് വരാൻ അഭ്യർത്ഥിക്കുന്നു. ഹലോ ലണ്ടൻ, എല്ലാവർക്കും ഹാപ്പി ഓണം. വീണ്ടും ഒരു ഓണം നമ്മൾ ആഘോഷിക്കുകയാണ്. ജോജി ചേട്ടനെ കുറിച്ച് ഞാനിവിടെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണ് ജോജി ചേട്ടൻ. ജോജി ചേട്ടന് എന്താണ് ലണ്ടനിൽ ഇല്ലാത്തതെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ജോജി ചേട്ടൻ നമ്മുടെ കൂടെ ലോമയിൽ എന്നൊക്കെ ലോമയിൽ ഒരു ആവശ്യമുണ്ടോ നമ്മുടെ കൂടെ ലോമയിൽ എപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ മലയാളികൾക്ക് എവിടെ എന്താവശ്യമുണ്ടെങ്കിലും ലോമ എന്നല്ല, നമ്മുടെ ഒണ്ടാരിയോ റീജിയനിൽ എന്താവശ്യമുണ്ടെങ്കിലും ജോജി ചേട്ടനെ എപ്പോൾ വിളിച്ചാലും ജോജി ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞാനിനി കൂടുതൽ ജോജി ചേട്ടനെ കുറിച്ച് ഒന്നും പറയാനില്ല. എല്ലാവർക്കും അറിയാം ജോജി ചേട്ടൻ ആരാന്നും എന്താണെന്നും ഉള്ളത്. ജോജി ചേട്ടൻ്റെ ഈ സഹകരണം, സപ്പോർട്ട് എല്ലായ്പ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം, എല്ലാ മലയാളികളുടെ കൂടെ ഉണ്ടായിരിക്കണം. താങ്ക് യു ജോജി ചേട്ടാ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഹരീഷ്. ഞാൻ എല്ലായ്പ്പോഴും കമ്മ്യൂണിറ്റി കൂടെയുണ്ട്. കാരണം നമ്മുടെ കമ്മ്യൂണിറ്റി യൂണിറ്റിയാണ് ലോമ എന്ന ഈ വലിയ സംഘടന.
നമ്മുടെ മലയാളിയുടെ യൂണിറ്റിക്കും അല്ലെങ്കിൽ നമ്മുടെ മുമ്പോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും അനിവാര്യമാണെന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ്. ഞാനിവിടെ നിൽക്കുമ്പം ഞാൻ ഈ എൻ്റെ പ്രോഡക്റ്റ്, എൻ്റെ ബ്രാൻഡുമായിട്ട് ഞാൻ പറയുമ്പം ഞാൻ ഏതാണ്ട് 29 വർഷമായി കാനഡയിൽ വന്നിട്ട് വരുന്ന കാലങ്ങളിലൊന്നും നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള നമ്മുടെ നാടൻ വിഭവങ്ങൾ കഴിക്കുവാൻ വളരെ താല്പര്യമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് അവൈലബിൾ അല്ല, അതൊന്നുമില്ല, ഇന്നുമില്ല. അപ്പോൾ ആ ഒരു ചിന്തയാണ് എന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് നയിച്ചതും. നല്ല പ്രോഡക്റ്റുകൾ ഇവിടെ മാനുഫാക്ചർ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ എത്തിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യമാണ്, ആ ഒരു മോട്ടീവാണ് ഈ ബിസിനസ്സിൻ്റെ പുറകിലുള്ളത്. ഇന്ന് എനിക്ക് 28ലധികം പ്രോഡക്റ്റുകൾ ഇവിടെ കാനഡയിൽ നിങ്ങളുടെ മുമ്പിൽ ഉൽപ്പാദിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ അഭിമാനത്തോടെ ഞാൻ പറയുകയാണ്. ഒപ്പം തന്നെ കമ്മ്യൂണിറ്റിയോട് ചേർന്ന് വന്ന് പ്രവർത്തിക്കുന്നു. ഇന്ന് ഞാൻ ചെറിയ സ്നാക്കിലും തുടങ്ങി ഇന്ന് നമ്മുടെ പുട്ടുപൊടികൾ തൊട്ട് കറി പൗഡർ വരെയുള്ള എല്ലാ പ്രോഡക്റ്റുകളും നമ്മുടെ ഇവിടെ കാനഡയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് യാതൊരു പ്രിസർവേറ്റീവ്സും കളറും അല്ലെങ്കിൽ ഹാമോളാകാത്ത ഒരു കണ്ടൻറ്റും ഉപയോഗിക്കാതെ വളരെ ക്ലിയറായിട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് നൽകിയ എല്ലാ സപ്പോർട്ടുകളും ഇത്രയും വർഷമായി, ഞാൻ 12 വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്നു. അതുപോലെ മിൻ ലീഫ് 6 വർഷമായിട്ട് മിൻ ലീഫ് ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ നൽകുന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി പറയും. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും തിരുവോണത്തിൻ്റെ ആശംസകൾ നേരുകയും ചെയ്യുന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.